ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിറ്റ ക്രിയേഷൻ. ഞാൻ സിദ്ധാർത്ഥ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ നിർമ്മിക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഒരു അഡ്രിനോ ബോർഡ്, ഒരു സെർവോ മോട്ടർ, ഒരു അൾട്രാസോണിക് സെൻസർ, കുറച്ച് ജമ്പർ വയേഴ്സ്, ഒരു USB കേബിൾ, ഒരു ഡസ്റ്റ്ബിൻ, പിന്നെ കുറച്ച് കാർഡ്ബോർഡ് ഷീറ്റും. ഇനിയും ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ കാർഡ്ബോർഡ് ഷീറ്റ് എടുത്ത ശേഷം വട്ടത്തിൽ രണ്ടായിട്ട് മുറിച്ചെടുക്കുക. ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം ഈ രണ്ട് പീസും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ രണ്ടായി മുറിച്ചെടുക്കാൻ കാരണം ഇത് നമ്മുടെ ഡസ്റ്റ്ബിന്നിന്റെ മൂടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചെടുത്തത്. അടുത്തതായി അഡ്രിനോ ബോർഡ് ലാപ്ടോപ്പിലേക്ക് കുത്തിയ ശേഷം കോഡ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാം. ഇതാണ് ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിന്നിന് വേണ്ടി ഞാൻ നിർമ്മിച്ചെടുത്ത കോഡ്. ഇത് അഡ്രിനോയിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇത് ഞാൻ നിർമ്മിച്ചെടുത്ത സർക്യൂട്ട് ഡയഗ്രമാണ്. ഇതുപോലെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാൻ നിർമ്മിച്ചെടുത്ത കോഡും അതോടൊപ്പം സർക്യൂട്ട് ഡയഗ്രവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായി സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്നത് പോലെ എല്ലാം കണക്ട് ചെയ്യാം. ഡസ്റ്റ്ബിന്നിന്റെ മുൻവശത്തായി അൾട്രാസോണിക് സെൻസറും ഉള്ളിലായി അഡ്രിനോ ബോർഡും ഫിക്സ് ചെയ്തു. അടുത്തതായി ഡസ്റ്റ്ബിന്നിന്റെ അടപ്പ് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ചെറിയ ഭാഗം മാത്രമേ ഒട്ടിക്കാവുള്ളൂ. ഈ വലിയ ഭാഗം ഒട്ടിക്കാൻ പാടില്ല. അടുത്തതായി സെർവോ മോട്ടർ ഇതിന് മുകൾ വശത്തായി ഫിക്സ് ചെയ്യാം. ബലത്തിന് വേണ്ടി ഒരു ടൈ കൂടി കെട്ടാം. ഇനിയും സെർവോ മോട്ടറിൽ നിന്നും വരുന്ന വയേഴ്സ് അഡ്രിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അടുത്തതായി ഒരു പവർ ബാങ്ക് എടുത്ത ശേഷം USB കേബിളിലോട്ട് കണക്ട് ചെയ്യാം. അടുത്തതായി ചെറിയ നീളത്തിൽ ഒരു ടോയിൻ എടുക്കുക. അത് ഇതുപോലെ കണക്ട് ചെയ്യുക. ടോയിൻ്റെ അറ്റത്ത് ചെറിയ നീളത്തിലുള്ള ഒരു സ്റ്റിക്ക് കെട്ടിയിടണം, അല്ലെങ്കിൽ ടോയിൻ കാർഡ്ബോർഡിൽ നിന്നും പെട്ടെന്ന് വിട്ടുപോകും. അടുത്തതായി ഇതൊന്ന് വർക്ക് ചെയ്യിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ സക്സസ് ആയി. അപ്പോൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. 1 2 3 4 5 6 7